നമസ്കാരം. ജമ്മു കാശ്മീരിലെ ബനിഹാളിലാണുള്ളത്. നമുക്കിന്ന് കാശ്മീർ താഴ്വരയിലൂടെ മഞ്ഞൊക്കെ കണ്ട് ശ്രീനഗറിലേക്ക് ട്രെയിനിൽ ഒരു യാത്ര പോയാലോ? ബനിഹാൾ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. തൊട്ട് മുന്നിലായി അതാ മഞ്ഞുമലകൾ, അതുപോലെ തന്നെ ഇതാ ഈ ഭാഗത്തായിട്ടും ഉണ്ട്. പിന്നെ ഇത് മെയിൻ ഹൈവേ ആണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഉധംപൂരിൽ നിന്ന് ബനിഹാളിലേക്ക് വന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഉധംപൂരിൽ നിന്ന് ഇവിടെ എത്തി. പിന്നെ ഇതാ ഇവിടെ നിന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു മഞ്ഞുമലകളൊക്കെ കാണാം. അപ്പോൾ ഇവിടെയാണ് ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ. ഇനിയിപ്പോൾ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറി നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ ടിക്കറ്റ് എടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഗ് കണ്ട ഇതാ ഇവിടെ വന്ന് ഇതൊക്കെ കാണാൻ അടിപൊളിയല്ലേ? അപ്പോൾ നേരെ കയറി പോവാം. സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടാക്സി ഒക്കെ കിട്ടും. അതുപോലെ ഇവിടെ ബസ് സൗകര്യമുണ്ട്. നമുക്ക് നേരെ ഇനിയിപ്പോൾ ഇവിടുന്ന് ഉധംപൂർ ഭാഗത്തേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ വണ്ടികളൊക്കെ കിട്ടും. നേരത്തെ കാണിച്ച മഞ്ഞ് അവിടെ ഉള്ളതിനെക്കാട്ടിയും ഈ ഭാഗത്താണ് കൂടുതലായിട്ടുള്ളത്. 3:15 ഒരു വണ്ടി പോയതേ ഉള്ളൂ. ഇപ്പം 3:31 ഇനി 4:20 ഉള്ളൂ. കുറച്ചുകൂടെ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പോകാമായിരുന്നു. കുഴപ്പമില്ല. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. നവീൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ബാരാമുള്ള സൈഡിലേക്കുള്ള ട്രെയിനിൻ്റെ ടൈമിംഗ് ആണ് കാണുന്നത്. നമുക്ക് ബാരാമുള്ള സൈഡാണ് പോകേണ്ടത്. നമ്മൾ ലാസ്റ്റിനുള്ള ഇതാ 4:20 4:25 വണ്ടിയാണ്. അപ്പോൾ അതിനാണ്. പിന്നെ 4:50 അത് വേറൊരു വണ്ടിയാണ്. നമ്മുടെ ടൂറിസ്റ്റ് ട്രെയിനാണ്. നമുക്ക് നോർമലി ഈ ജനറൽ ക്ലാസ്സൊക്കെ ഉള്ള വണ്ടി 3:15 അതുപോലെ തന്നെ ഈ ബാക്കിയുള്ള ടൈമിലൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് നോക്കിക്കോ. ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് കയറി ആദ്യം തന്നെ ഓരോരോ ചായ കുടിക്കാൻ തന്നെ കരുതി. കാരണം അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ പറഞ്ഞ ആ ഒരു ടൂറിസ്റ്റ് ട്രെയിനില്ലേ അതിതാണ്. ഇതിൽ ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാം. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഒരാൾക്ക് തന്നെ 750 അടുത്ത് വരുന്നുണ്ട്. ബനിഹാൾ സ്റ്റേഷൻ്റെ കോഡ് BAHL എന്നാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഈ നേരെ കാണുന്ന ഭാഗമാണ് ശ്രീനഗർ. അതുപോലെ സങ്കൽഡാൻ, ചെനാബ്, കട്ര ആ ഭാഗമാണ് ഈ തൊട്ട് മുന്നിലേക്കുള്ളത്. നമ്മുടെ വന്ദേ സ്ലീപ്പറും അതുപോലെ തന്നെ പുതിയ ഒരുപാട് ട്രെയിനുകളൊക്കെ വരുവാണെങ്കിൽ ഇതുവഴിയാണ് കടന്നു വരേണ്ടത് ഡൽഹി ഭാഗത്തുനിന്ന്. ഇവിടുത്തെ കെട്ടിടങ്ങളുടെ മേൽക്കൂര ശ്രദ്ധിച്ചോ? മഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് റിമൂവ് ആയി പോകാനുള്ള രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ഇവർ ആക്കിയിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് പുറകിലായി ഇവിടെയുള്ള വീടുകൾ നമുക്ക് കാണാം. അതിൻ്റെ തൊട്ട് മുകളിലായി മഞ്ഞുമലകളും കാണാം. അവിടെ വരെയുണ്ട്. ഇനി പോവാനുള്ള ട്രെയിനെ പറ്റി പറയാം. ബദ്ഗാമിന്ന് ബനിഹാളിലേക്ക് വരുന്ന അതേ ട്രെയിൻ തന്നെയാണ് തിരിച്ച് ബനിഹാളിൽ നിന്ന് ശ്രീനഗർ വഴി ബദ്ഗാമിലേക്ക് പോകുന്നത്. 4:25 പറഞ്ഞല്ലോ. ഇവിടുന്ന് ശ്രീനഗറിലേക്ക് ഒരാൾക്ക് ട്രെയിനിൽ വന്ന ടിക്കറ്റ് ചാർജ് വെറും 20 രൂപയാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് ശ്രീനഗറിലേക്ക് 78 കിലോമീറ്റർ ആണ് പോകാനുള്ളത്. 20 രൂപ എന്ന് പറയുമ്പോൾ ചിന്തിച്ചു നോക്കിയാൽ ചുരുങ്ങിയ ചെലവ് തന്നെ നമുക്ക് എത്താല. ട്രെയിൻ വഴി മാത്രമേ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റൂ കേട്ടോ. റോഡ് വഴിയാണെങ്കിൽ നല്ല റേറ്റ് വരും എല്ലാ ടിക്കറ്റിനൊക്കെ. അതായത് ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് നേരെ ഉധംപൂരേക്ക് തന്നെ ലിങ്ക് ആയിട്ടുണ്ടെങ്കിൽ എത്ര പൈസ ലാഭിക്കാല്ലേ? അത് ഞാൻ പറയാൻ വേണ്ടി വന്നു. കഴിഞ്ഞ വർഷം നമ്മൾ വന്ന സമയത്ത് ഈ പറയുന്ന ബനിഹാൾ വരെയാണ് ട്രെയിൻ സർവീസ് ഉണ്ടായത്. അതായത് ബനിഹാൾ ടു ശ്രീനഗർ ബരാമുള്ള ഇങ്ങനെയാണ് ഉണ്ടായത്. അതായത് നേരത്തെ ഒരു സങ്കൽഡാൻ എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞല്ലോ, അങ്ങോട്ട് പോലും നമ്മൾ വന്ന സമയത്ത് ഉണ്ടായില്ല. അതിനുശേഷം 1 മാസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് സർവീസ് ഒക്കെ തുടങ്ങിയത്. ഇപ്പൊ സങ്കൽഡാൻ മുതൽ ഈ ഒരുപാട് ഈ പറഞ്ഞ ഡെമോ ഒക്കെ സർവീസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇനിയിപ്പൊ നമ്മുടെ കട്രയിലേക്ക് സർവീസ് ചെയ്യുമ്പോൾ ഒരുപാട് വണ്ടികൾ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാ, നാട്ടിൽ നിന്നൊക്കെ വരാൻ അടിപൊളിയാണ്. ചെറിയ പൈസക്ക് എത്താലോ. അതായത് ഈ ബഡ്ജറ്റ് യാത്ര ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ ഒരു റെയിൽ റൂട്ട് മുഴുവനായി വന്നു കഴിഞ്ഞാൽ. 4:01 ഇതാ ബനിഹാളിലേക്ക് ഈ ട്രെയിൻ ഇതാ വരികയാണ്. നല്ലൊരു ഫ്രെയിമല്ലേ ഇത്, ട്രെയിനും മഞ്ഞും. ഇതാണ് ഇനിയിപ്പോൾ പോകാനുള്ള ട്രെയിൻ. നമുക്കിനി മുൻഭാഗത്ത് കയറാം. ഇവിടം വരുന്ന ട്രെയിൻ ഉണ്ടാവില്ല.
ട്രെയിനിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഇങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് കരുതി. കാരണം ഞങ്ങൾക്ക് ഡോറിൻ്റെ ഭാഗത്തേക്ക് പെട്ടെന്ന് പോകണമല്ലോ, അതുകൊണ്ട് ഈ ഒരു കയറിയ ഭാഗത്ത് തന്നെ ഇരിക്കാമെന്ന് കരുതി. ബനിഹാൾ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കമായ ഗാസിക്കുണ്ട് ടണൽ അഥവാ പീർ പഞ്ചൽ റെയിൽവേ തുരങ്കം നമ്മൾ ക്രോസ് ചെയ്യും. അതിന്റെ നീളം വരുന്നത് 11.21 കിലോമീറ്റർ ആണ്. ഈ ട്രെയിൻ കടന്നു പോകാൻ ഏകദേശം 10 മിനിറ്റ് സമയം എടുക്കും. അപ്പൊ ഇന്ത്യയിലത്തെ നിലവിൽ ഏറ്റവും നീളം കൂടിയ റെയിൽവേ ടണലാണ് അത്. പക്ഷേ ഇപ്പൊ മറ്റൊരു ടണൽ കൂടി നമ്മുടെ ഇന്ത്യയിൽ പണി കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഓപ്പൺ ആയാൽ ഈ പറഞ്ഞ പീർ പഞ്ചലിനെ അത് മറികടക്കും. അതിന്റെ കിലോമീറ്റർ വരുന്നത് 11.55 കിലോമീറ്ററാണ് വരുന്നത്. അത് ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ മണിപ്പൂർ സ്റ്റേറ്റിലാണ് വരുന്നത്. മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലും അതുപോലെ തന്നെ നമ്മുടെ ജിരിബ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ ആ ഒരു റൂട്ടിൽ ഒരു സേനാബാദി എന്നൊക്കെ പറഞ്ഞൊരു ജില്ലേൻ്റെ ഇടക്കാണ് ഒരു ടണലിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വന്നാലാണ് ഈ പറഞ്ഞ പീർ പഞ്ചലിനെ അത് മറികടക്കും. കറക്റ്റ് 4:25 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ബനിഹാൾ ഇനിയിപ്പോൾ കുറച്ച് പോയി കഴിഞ്ഞ ഉടനെ തന്നെ ടണലായി. നമുക്ക് ആ ഒരു ഹൈവേ കാണാം. കന്യാകുമാരി ശ്രീനഗർ ഹൈവേ ആണിത്. ഐസ് വെള്ളമാണ് ഇതിലൂടെ ഒഴുകുന്നത്. അടിപൊളി. എന്റെ മോനെ, ഇതിനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. ഞങ്ങളിതാ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം വന്ന് നിരാശയോടെ മടങ്ങിയ ഞങ്ങൾക്ക് ഇന്ന് ഇതാ ഇവിടെ കിട്ടിയത് സ്വർഗം. എന്റെ മോനെ, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അടുത്തൊരു സ്റ്റേഷനെത്തിപ്പോ എന്നാലും വന്ന ടൈമും എല്ലാം അടിപൊളി. ഇനി സ്നോഫാളും കൂടെ കിട്ടിയ ഒന്നുകൂടെ പൊളിയായേനെ. ഇതാണ് മഞ്ഞിലൂടെ പോകുന്ന ട്രെയിൻ. ഹില്ലർ ഷഹബാദ് സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് ഇറങ്ങും. ഇവിടേക്ക് ഇറങ്ങുന്നപ്പോൾ ഇറങ്ങിയാൽ കയറാൻ പറ്റില്ല. ആ നല്ല ശക്തിയിൽ തന്നെ ഇതാ ഇവിടെയൊക്കെ മഞ്ഞ് വീഴ്ചയുണ്ട്. എന്താ അല്ലേ, വെള്ളയിൽ പൊതച്ച് നിൽക്കുക. ഞാൻ ക്യാമറ കട്ട് ചെയ്തേ ഇല്ല, കാരണം കട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും നല്ല കാഴ്ചയല്ലേ. ഗാസിക്കുണ്ട് സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഈ മേൽക്കൂരേൻ്റെ മുകളിൽ മഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ശ്രീനഗറിൽ വരാൻ പറ്റിയ സമയം ഇപ്പോൾ തന്നെയാണ്.
വെറുതെ വന്നിട്ടും കാര്യമില്ല, നമുക്ക് മഞ്ഞും കൂടെ കാണണമല്ലോ. കാരണം നമ്മൾ ഇത്രയും കിലോമീറ്ററുകൾ ഓടി വരുന്നത് ഈ ഒരു കാഴ്ച കാണാനല്ലേ. അപ്പോൾ ഇത് കണ്ടില്ലെങ്കിൽ നമുക്കുണ്ടാകുന്നൊരു വിഷമം. ഗാസിക്കുണ്ട് ഗോസിക്കുണ്ട് സ്റ്റേഷനിൽ ഇതാ മഞ്ഞ് മൂടിയത് കണ്ട. ഇതൊക്കെ ഇവർ ക്ലിയർ ആക്കിയതാണ്. അധികം നേരം എവിടെയും നിർത്തുന്നില്ല. അതാണിതാ ഇപ്പൊ തന്നെ ഹോൺ അടിക്കും. 4:47 സമയം. ഈ മഞ്ഞ് കാണാതെ കാണുമ്പോൾ ഒരു വികാരം ഉണ്ടല്ലോ, അതാണിപ്പോൾ ഞങ്ങൾ പല പൊട്ടത്തെറ്റുകളും വിളിച്ച് പറഞ്ഞേക്കാം. അതൊക്കെ ആ ഒരു രീതിയിൽ നിങ്ങൾ എടുക്കുക കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലൊന്നും എന്തായാലും മഞ്ഞൊന്നും കാണൂല. മഞ്ഞ് കാണണമെങ്കിൽ കാശ്മീർ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൻ്റെ അരുണാചൽ പ്രദേശ് അവിടെയൊക്കെ പോകണം. ഇതാ എത്ര കനത്തിലാന്ന് നോക്കിയേ. എൻ്റെ പൊന്നോ, അതിലൂടെ ഒരു റോഡൊക്കെ ഉണ്ട്. ഗാസിക്കുണ്ട് സ്റ്റേഷൻ ഇതാ പിന്നിട്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടതാ നല്ല കട്ടിയിൽ തന്നെ മഞ്ഞ് വീഴ്ച ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആ ഒരു റോഡ് ക്ലിയർ ചെയ്ത് കണ്ട. ഇത് എനിക്ക് തോന്നുന്നു രാവിലെ ഇവിടെ പെയ്ത് പോയതാണെന്നാ തോന്നുന്നത് കണ്ടിട്ട്. ഉച്ചയ്ക്ക് ശേഷം വന്നതല്ല ഇത്. ഇത് നല്ല താഴ്ചയുണ്ട് ഈ ഭാഗത്തെല്ലാം. വീടുകളൊക്കെയാണ് ഇത്. ഇതൊരു റിവറാണ്, അത് ഫ്രീസ് ആയതാ. എന്താലേ അടുത്തൊരു സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ ബ്രോഡ് ഗേജ് ലൈനിലൂടെ പോകുന്ന ട്രെയിനിൽ മഞ്ഞ് വീഴ്ച അല്ലെങ്കിൽ ഇതുപോലെയുള്ള മഞ്ഞ് കാണണമെങ്കിൽ അതിന് കാശ്മീരിലെ ഇവിടത്തേക്ക് തന്നെ വരണം. അഞ്ച് മണിയാവാനായി. ഇനി സൂര്യനൊക്കെ അസ്തമിക്കേണ്ട ഒരു മട്ടിലാണ്, അതുകൊണ്ട് വ്യക്തത ഉണ്ടാവില്ല. ഇരുട്ട് വന്ന് തുടങ്ങി. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു വെള്ള എടുത്ത് കാണുമല്ലോ. അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മഞ്ഞ് കാണാത്തവർക്ക് ഇത് കാണുമ്പോൾ ഒരു വലിയൊരു കൗതുകമാണ്. ഇപ്പം നമുക്ക് തന്നെ ഇതൊരു വലിയൊരു കൗതുകമാണല്ലോ. പക്ഷേ ഇതിൻ്റെ ഭീകരത കുറച്ച് കൂടുതലാണ്. ഇതിനെ തരണം ചെയ്ത് പോകാമെന്ന് പറയുന്നത് വലിയ പാടാണ്. ഇവിടെ താമസിക്കുന്നവരൊക്കെ ഭയങ്കരധികം ബുദ്ധിമുട്ടാണ്. മഞ്ഞ് കാണാനൊക്കെ നല്ല രസമാണ്, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു മുഖം കുറച്ച് ഭീകരമാണ്. അടുത്ത സ്റ്റേഷനിലെത്തി, സതുര. വീടിൻ്റെ മേൽക്കൂരയിലൊക്കെ മഞ്ഞുണ്ട. ഇവിടെയുള്ളവരൊക്കെ ഒറ്റപ്പെട്ടു പോയി, കാരണം ചുറ്റുപാട് മഞ്ഞാണല്ലോ. പക്ഷെ അവർ നടക്കേണ്ട ഒരു ചെറിയ വഴി ക്ലിയർ ആക്കിയിട്ടുണ്ട്.
രാത്രിക്ക് വീണ്ടും ഒരു മഞ്ഞ് വീഴ്ചക്കുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. നല്ല ഇതുപോലെ വന്നിട്ടുണ്ടല്ലോ. നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ വിചാരിക്കും ഇത് മഴക്കാറാണ്. ഇത് മഴക്കാറല്ല, എന്തായാലും ഒരു സ്നോഫോൾ ഇപ്പോൾ ഉണ്ടാവും. ട്രെയിൻ ഇപ്പോൾ അനന്ത്നാഗ് സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു കാശ്മീരിലെ 3ാമത്തെ വലിയ നഗരമാണ് അനന്ത്നാഗ്. 1ാമത് ജമ്മു, ഇത് കഴിഞ്ഞാൽ പിന്നെ ശ്രീനഗർ. അനന്ത്നാഗ്. ഈ മഞ്ഞ് നല്ലോണം ഉണ്ടായതുകൊണ്ട് തന്നെ പുറത്തേക്ക് ക്യാമറ ഈ ഫോൺ ഇടാൻ പറ്റില്ല. കൈ നല്ല രീതിയിൽ തന്നെ മരവിച്ചു, നല്ല രീതിയിൽ കൈ ധരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനന്തനാഗ് പറഞ്ഞ 3ാമത്തെ വലിയ നഗരമാണ്. പഹൽഗാമിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 2 പേരുകളിൽ ഈ സ്ഥലം അറിയപ്പെടുന്നുണ്ട്. ഹിന്ദു നാമമാണ് അനന്തനാഗ്, അതുപോലെ തന്നെ ഒരു മുസ്ലിം നാമമാണ് പിന്നെ ഇസ്ലാമാബാദ്. അനന്ത്നാഗ്. അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് വന്നാൽ മാത്രമേ നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കുള്ളൂ. ആ ഭാഗത്തേക്ക് നോക്കിയേ, ചെന്തല്ലേ മഞ്ഞിലൂടെ നടക്കാം. നല്ല ചവിട്ടി ചവിട്ടിതായി ഇതാ മഞ്ഞ്. ബനിഹാൾ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. അതുകൊണ്ട് ഈ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കുള്ളൂ. നമ്മുടെ വണ്ടിക്കുള്ള സിഗ്നൽ കിട്ടി ഇവിടുന്ന്. ഈ ഇങ്ങനെ പെയ്യുന്ന മഞ്ഞിനൊരു പ്രത്യേകതയുണ്ട്. ചിലപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഈ ഒരു മഞ്ഞിനി കാണണമെന്നില്ല. ഞങ്ങളുടെ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് വരാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഈ ഒരു മഞ്ഞ് ചിലപ്പം കാണാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇതിനൊന്നും നമുക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ മഞ്ഞ് കാണുന്ന പ്രതീക്ഷിച്ചിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വന്നത്. കാണാൻ പറ്റിയ ഭാഗ്യമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഇത്രയും ദൂരം വരുന്നതാണല്ലോ. ഒരൊറ്റ മരത്തിനും ഇലകളില്ല, ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി. ട്രെയിൻ ഇപ്പോൾ ബിജി ബഹറ എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്തി. ഇതാണ്ട ഇവിടുത്തെ കാശ്മീരികൾ ഇടുന്ന ഡ്രസ്സ് കണ്ട ഒരു തണുപ്പിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേഷൻ്റെ ഇതേപോലെ തന്നെ കേട്ടോ, മെനിക്കുര മഞ്ഞ് വീഴുന്നത് കൊണ്ട് മാത്രമാണ്. എന്തായാലും ഈ ഒരു മഞ്ഞ് ശ്രീനഗർ വരെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. ലൈറ്റൊക്കെ ഇട്ട് അങ്ങ് വണ്ടി പോകുന്ന കാണുന്നില്ല അവര്. അതുവഴി റോഡുണ്ട്, അതല്ലേ, അതിലൂടെ ഒരു കാറൊക്കെ വരുന്നുണ്ട്. ഇവിടെ റോഡ് ക്ലിയർ ആക്കിയിട്ടുണ്ടാവും. ഇനി ഈ ട്രെയിനിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തെ കാഴ്ചയും സെയിം തന്നെയാണ്. നമ്മൾ ഇത്ര നേരം നേരെ ഇതിന്റെ അപ്പുറത്തെ സൈഡത്തെ കാഴ്ചകളാണല്ലോ കണ്ടത്. സമാനമാണ്. ഇതൊക്കെ വീടുകളാണ്. ട്രെയിൻ ഇപ്പോൾ പഞ്ച്ഗോം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് കാണുന്നൊരു കാഴ്ചയാണ്. ഞാൻ നോക്കുന്നത് സ്നോഫാൾ ഉണ്ടോയെന്നില്ല. ഇനി ഒരു 4 സ്റ്റേഷനും കൂടെ കഴിയാനുണ്ട് ശ്രീനഗർ എത്താൻ. ഇവിടുന്ന് കുറച്ച് സ്നോ എടുക്കാന്ന് കരുതി. നോക്കണം കേട്ടാ. നവീത സ്നോ എടുത്തിരിക്കുകയാണ്. അതെങ്ങനെ പോയി? കൈ മരവിക്കോ, അധികം എടുക്കണ്ട. ഇതാ തെന്നും. പിന്നെ നോക്കി നടക്കണം കേട്ടാ. ഇവിടുന്ന് ഇതുവരെ വണ്ടി എടുത്തിട്ടില്ല. ഇതൊന്ന് ഏതോ ഒരു വണ്ടി വരാനുണ്ടെന്ന് തോന്നുന്നു. അതെ, എടാ സ്നോഫോള്. ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. സ്നോഫോൾ ഉണ്ട്. ഇതല്ലേ സ്നോഫോൾ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഒട്ടൂല, അത് കട്ടിയാ. നിന്റെ തലക്കഥ മഞ്ഞ് വീണിച്ച്. സ്നോഫോൾ ഉണ്ട് കേട്ടോ. അപ്പോ
ശ്രീനഗറിൽ നല്ല സ്നോഫാൾ ഉണ്ട് എന്നാണ് ഇപ്പൊ കുറച്ച് ഭായിമാര് പറഞ്ഞത്. ശ്രീനഗറിൽ സ്നോഫാൾ ഉണ്ട്, ഇതാ ഇവിടെയുണ്ട്. പക്ഷെ ഇവിടെ അത്ര ശക്തിയിലൊന്നും അല്ല, എന്നാലും ഒരു വേണ്ട ഒരു സ്നോഫാൾ എന്തായാലും ഉണ്ട്. ഇവിടെ എടുത്തെറിയാണ്. എല്ലാരും നല്ല സന്തോഷത്തിലാണ്. ഇവിടെ എന്താണ് വണ്ടി കുറേ നേരം നിർത്തിയിട്ട്? വേറെ റീസൺ ഒന്നും അല്ല, ഈ വണ്ടി വരാനായിരുന്നു. വലിയൊരു വണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ചോ? സ്നോഫോൾ കണ്ടാ? ഇതിങ്ങനെ പെയ്താണ് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല കട്ടിയായിട്ട് ഇവിടെയൊക്കെ ഉണ്ടാവുക. ഞാൻ കുറച്ചു നേരം കൈ പുറത്ത് വെക്കുന്നുണ്ട്, എത്രത്തോളം മഞ്ഞ് എൻ്റെ കയ്യിൽ വീഴുന്നു നോക്കാം. അതിന് മുന്നേ തന്നെ നമ്മൾ ട്രെയിൻ ഇവിടെ നിന്ന് ഹോണടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എടുക്കും. വണ്ടി എടുത്തു. ഇതിലൊന്നും തേക്കേയില്ല. ഈ മഞ്ഞത്ത് ഈ ലൈറ്റ് ഇടുമ്പോൾ കുറച്ചുകൂടെ കളർ നല്ല കൂടുതലുണ്ട്. ആൾക്കാരെല്ലാം ഇനിയിപ്പോൾ എല്ലാവരും സീറ്റിലൊക്കെ പോയിരുന്നു. കാരണം മഞ്ഞ് കണ്ട് എല്ലാവർക്കും മതിയായി. കാരണം പുറത്തങ്ങനെ നിൽക്കാൻ പറ്റില്ല. ട്രെയിൻ ഇപ്പൊ അവന്തിപ്പുറ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നല്ല സ്നോഫാളാണ്. ഈ അവന്തിപ്പുറയ്ക്ക് വരുന്നത് പുൽവാമ ജില്ലയിലാണ് കേട്ടോ. പുൽവാമ ജില്ലയിൽ തന്നെ 4 റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ട്. ഓ, നല്ല സ്നോഫാള്. എന്റെ പൊന്നോ, ഇതാണ് സ്വർഗം. നമ്മൾ ആഗ്രഹിച്ച അതുപോലെ തന്നെ നമുക്ക് കിട്ടി. ഇനിയിപ്പോ ശ്രീനഗർ ഭാഗത്തേക്ക് ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം മൊത്തം മഞ്ഞ് തന്നെയാണ്. വണ്ടി എടുത്ത് നല്ല മഞ്ഞ് വീഴ്ച തന്നെയാണ്. അങ്ങനെ അതാ വീഴും. ഇല്ല, വീണില്ല. അയ്യോ, ഹെവി ഡേഞ്ചറാണിത്, മഞ്ഞിലൂടെ ഓടുന്നത്. Snowfall. So guys, आप देख सकते हो हम कश्मीर पहुंचे आज after a long time. You guys can see how Kashmir look like beautiful in winters. അടിപൊളി. ഖത്തമാകെ കശ്മീർ റസ്മസ് والله. കാറ്റാ കീന. ശേന പൊന്നെ. ऐसा है. You feel good? Yeah. കാക്കപ്പോറ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഹെവി സ്നോഫോൾ. എന്റെ പൊന്നെ, ഇതിൽ പരമാനന്ദം വേറെ എന്ത് വേണം? എന്റെ പൊന്നെ, കാശ്മീർ വന്ന സമയം കൃത്യസമയത്ത് തന്നെ വരാൻ പറ്റിയ നല്ല ടൈം. വണ്ടി എടുത്ത് ട്രെയിൻ ഇപ്പൊ പാമ്പർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കിവിടെ സ്നോഫോൾ കാണുന്നില്ലേ? ഇനി അടുത്തതാണ് നമുക്ക് ഇറങ്ങാനുള്ള ശ്രീനഗർ. 6 കിലോമീറ്റർ ഉണ്ട്. ബനിഹാളിൽ നിന്നും 78 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ ആകുന്ന വിചാരിച്ചത്, ഇവിടെയല്ല. അപ്പോൾ ശ്രീനഗർ ഇവിടെ ബോർഡുണ്ട്. ഇതാ ശ്രീനഗർ. ശ്രീനഗറിലും നല്ല മഞ്ഞ് വീഴ്ച തന്നെയാണ്. പക്ഷെ ഇവിടെ ട്രാക്കിലൊന്നും അധികം മഞ്ഞൊന്നുമില്ല. കാരണം ഇവിടെ ഇപ്പോൾ സ്നോഫോൾ വന്നതേ ഉള്ളൂ, വലിയ മഞ്ഞായിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാവരും ടാക്സിക്ക് വേണ്ടി ഓടുകയാണ്. ഡാൽഗേറ്റ് ഭാഗത്തേക്കാണ് നമുക്കിനിയിപ്പോൾ പോകാനുള്ളത്. ഇവിടെ നിന്ന് തന്നെ ഷെയർ വണ്ടി കിട്ടും, അതിന് കയറി പോവാം. 10 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകാനുണ്ട്. ഇത് പുറത്തന്നെ ഉണ്ട്. നടക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നല്ല മഞ്ഞുണ്ട് ഇവിടെ. വഴുതി അടിച്ച് വീഴും. ഓടാനേ പാടില്ല, സാവധാനത്ത് പോയാൽ മതി.
അവിടെ തന്നെ വണ്ടി ഉണ്ടോ? അവിടെ വണ്ടിയുണ്ട്. സ്കോർപിയോ പോലത്തെ വണ്ടികളുണ്ടോ? സ്കോർപിയോ, സൈലോ അങ്ങനത്തെ വണ്ടികളുണ്ടോ? എന്തായാലും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാ. ഇവിടെ ഓട്ടോയും ഉണ്ട് കേട്ടോ. മഞ്ഞ് പെയ്യുന്ന ശ്രീനഗറിലേക്ക് ഇതാ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഷെയർ വണ്ടിക്കാണ് വന്നത്. 150 രൂപയാണ് ആയത്. അന്ന് വന്നപ്പം 50 രൂപയായുള്ളൂ. ഇന്ന് കുറച്ച് കൂടുതൽ വാങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഓൺലൈൻ വഴി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ദാൽഗേറ്റിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു എത്ര മീറ്റർ ഉണ്ട്? 1.2. എന്നാ പിന്നെ നടന്നോ. ആ ഭാഗത്തേക്കാണ്. ഇതേ മൊത്തം നല്ല തെന്നലുണ്ട്. മെയിനായിട്ട് അതാണ്. ഇനിയിപ്പോൾ ലൊക്കേഷൻ വെച്ച് നേരെ റൂമുള്ള ഭാഗത്തേക്ക് പോവാം. മഞ്ഞ് കുറച്ച് കൂടുതലാണ്. നല്ല രീതിയിൽ തന്നെ നനയുന്നുണ്ട്. ഞങ്ങളേൽ പിന്നെ കുടയൊന്നുമില്ല. ഓട്ടോൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഒക്കെ കണ്ട. ഇനി ഒരു 600 മീറ്ററും കൂടി ഉണ്ട് ദാലിലേക്ക് നേരെ. ശ്രീനഗറിലൂടെയുള്ള ഒരു രാത്രി നടത്തം. ഞങ്ങളുടെ റൂമുള്ള ഭാഗം ഏകദേശം എത്താനായി. ഒരു 100 മീറ്ററും കൂടി ഉണ്ട്. ഇവിടെ എവിടെയോ ആണത്. ശ്രീനഗറിൽ ഞങ്ങളെടുത്ത റൂം ഇതാണ്. കുഴപ്പമില്ലാത്ത നല്ലൊരു റൂം തന്നെയാണ്. റൂമിൻ്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇപ്പം നടന്നു വന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് വൃത്തിയാക്കണം. ഇത് കണ്ട ചെറിയൊരു റൂമാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല. നല്ല വൃത്തിയൊക്കെയാണ്. അതുപോലെ തന്നെ വലിയ തണുപ്പൊന്നും ഇതിൻ്റെ അകത്തേക്ക് വരുന്നില്ല. ഇത് ഹീറ്റിംഗ് ഉള്ള ബെഡാണ്. ഓൾറെഡി ചൂടായിക്കോളും. പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റും ബാത്റൂമൊക്കെ തന്നെയാണ്. പിന്നെ ഇതിന് നമുക്ക് ആകെ വന്നത് 2 ദിവസം താമസിക്കുന്നുണ്ട്. 700 രൂപയാണ് ഈ റൂമിന് വന്ന ചാർജ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി കാശ്മീരിലൂടെയുള്ള ട്രെയിൻ യാത്രയിൽ മഞ്ഞ് കാണാനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടാക്സി ഇപ്പോൾ എവിടെ ഇറങ്ങിയാലോ അവിടെ നിന്ന് ഈ ഹോട്ടലിന്റെ ഇവിടം വരെ വരുന്ന വഴിക്ക് നല്ല രീതിയിൽ തന്നെ മഞ്ഞും കൂടെ കിട്ടി. ശരിക്കും പറഞ്ഞാൽ മനു, നമ്മളെ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഇങ്ങോട്ട് ടൗൺ ഭാഗത്തേക്ക് വരെ നല്ലൊരു കണക്ടിവിറ്റി ഇല്ല. പറയില്ല. അവസാനത്തെ വണ്ടി വന്ന് പറഞ്ഞാൽ കുറച്ച് വണ്ടി 2-3 വണ്ടികൾ കൊണ്ടുവിടും. അവര് തോന്നുന്ന പൈസ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു 10 റേറ്റ് ഒക്കെയാണ് പറയുന്നത്. ഈ ശ്രീനഗർ വന്നാൽ അറിയാം ഭയങ്കര എക്സ്പെൻസീവ് ആണ് എല്ലാ കാര്യത്തിലും. അല്ല, വേറെ കാര്യമുണ്ട്. ഈ ശ്രീനഗറിലേക്ക് ഇനിയിപ്പോ വന്ദേ സ്ലീപ്പർ അല്ല, ഇനി എന്ത് വണ്ടി വന്നാലും ഇതേ അവസ്ഥ തന്നെയല്ലേ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ ഇതേപോലത്തെ വണ്ടികളല്ലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ ഒരു ബസ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നല്ല ഉപകാരമായി തീർത്തേനെ. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് റൂം എന്താ പറയാ ബാർഗെയിൻ ചെയ്യുവാണെങ്കിൽ അപ്പം നല്ല പൈസ വരും. ഒന്നും മുമ്പേ ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ തന്നെ ഉണ്ടല്ലോ പോസ്റ്റ്പെയ്ഡ് സിം ഉണ്ടല്ലോ, അത് വെച്ച് ഞങ്ങൾ ഗോയിബിയോ വഴി ഓൺലൈൻ ബുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് വെച്ചു, ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ ഈ നമ്മൾ താമസിക്കുന്ന ഈ പ്രോപ്പർട്ടി തന്നെ എന്താ പറയാ റെസ്റ്റോറന്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോ രാത്രിയൊക്കെ ഭക്ഷണമൊക്കെ ഇവിടുന്ന് ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിൽ തിരക്കിടില്ല തോന്നല്ലോ അവന്. കുഴപ്പമില്ല, നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. ബുക്ക് ചെയ്ത സ്ഥലവും കുഴപ്പമില്ല, പ്രോപ്പർട്ടിയും അത്യാവശ്യം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പ്രശ്നം എന്ന് വെച്ചാല് നമ്മളിപ്പോ നടന്നു വരുന്ന വഴിയായാലും ചളിയും ഈ മഞ്ഞെല്ലാം തലയിലേക്ക് വീഴുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം മാത്രമല്ല, അതൊന്നും ചെയ്യാൻ കഴിയില്ല. കൊടയുണ്ടെങ്കിൽ പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അതൊന്നും പ്രതീക്ഷിച്ചല്ലോ അവിടുന്ന് വന്നത്. അതെ. അപ്പൊ എന്താ പറയാ, ഈ ഒരു കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. പിന്നെ ഒരു 2 ദിവസം ഞങ്ങൾ ശ്രീനഗറിൽ തന്നെ ഉണ്ടാവും. അതിന്റെയൊക്കെ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ കാണും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ.